നമസ്കാരം. റിപ്പോർട്ടർ ടിവിയോട് എന്താണ് സർക്കാരിന് ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? കൈരളിയിലും റിപ്പോർട്ടറിലും വന്ന വാർത്തകൾ മെറ്റ ഉപയോഗിച്ച് സർക്കാർ നീക്കം ചെയ്യുമ്പോൾ ആ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും ഒരു കമ്പമുണ്ടാകും. അതുകൊണ്ട് അതുകൂടി വായിക്കുന്നുണ്ട്. സതീശൻ മുണ്ടെടുത്ത മോദിയായി മാറുമ്പോൾ സംഭവിക്കുന്നത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഒപ്പം ഗ്യാപ്പിൽ ഗോളടിക്കാൻ ഇറങ്ങിയ ജനം ചാനൽ മാപ്രയെ ജനങ്ങൾ തന്നെ റോസ്റ്റ് ചെയ്ത കാഴ്ച കൂടി ഇന്ന് കാണുകയുണ്ടായി. ആദ്യം തന്നെ നമുക്ക് ഒരു വാർത്ത നോക്കാം. റിപ്പോർട്ടർ ചാനലിലെ വാർത്തയാണ്. ഇങ്ങനെയാണ് ആ വാർത്ത, കേട്ടോ. ഒറ്റ ദിവസത്തിനുള്ളിൽ മെറ്റ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തത് റിപ്പോർട്ടറിന്റെ 8 വാർത്താ കാർഡുകൾ. മുഖ്യമന്ത്രിയും ലഹരിക്കടത്ത് പ്രതിയും തമ്മിലുള്ള ബന്ധമാണ് ഇതിന്റെ പ്രധാന കാർഡ്. നേതാക്കളുടെ പ്രതികരണം ഉൾപ്പെടെ വാർത്തകളും മെറ്റ നീക്കിയ കാർഡുകളിൽ ഉൾപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ലഹരിക്കേസിൽ പിടിയിലായതും കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകളുടെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനവും ഉൾപ്പെടുന്ന വാർത്തയ്ക്ക് പുറമെ പ്രതിപക്ഷ നേതാക്കളുടെ സർക്കാരിനെതിരായ വിമർശനങ്ങളും നീക്കം ചെയ്ത വാർത്തകളിൽ ഉൾപ്പെടുന്നു. റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചാനലുകളുടെ വാർത്തകൾ മെറ്റ നീക്കിയതിൽ നിരവധി ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് ആ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യക്തത വരുത്തുമോ മുഖ്യൻ? ഒരു കാർഡ് അങ്ങനെയാണ്, കേട്ടോ. അതായത് അരുൺകുമാർ നടത്തുന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഡാണ്. ഒരു കാർഡ് ഹെലികോപ്റ്റർ യാത്രയും ഭാര്യാബന്ധവും ഇൻവെസ്റ്റർമാരും മാത്രം പോരാ, കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലും മുഖ്യമന്ത്രി പോകണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞൊരു കാർഡ് മുക്കിയിരിക്കുന്നു. മറ്റൊരു കാർഡ് ഇങ്ങനെയാണ്. ഓപ്പറേഷൻ തൂഫാൻ, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെ 3 സജീവ കോൺഗ്രസ് പ്രവർത്തകർ പിടിയിൽ എന്നുള്ളതാണ്. വേറൊരു കാർഡ് ഇങ്ങനെയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യണം, ആവശ്യവുമായി അഭിജിത് ദീപ്കെ എന്ന വാർത്ത മുക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത ഇങ്ങനെയാണ്. കടൽ മക്കളെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി ഇതുവരെ മാപ്പു പറഞ്ഞിട്ടില്ല, രൂക്ഷ വിമർശനവുമായി മത്സ്യബന്ധനത്തിനിടെ ബോട്ട് മറിഞ്ഞ് കാണാതായ ജോണിന്റെ മകൾ എന്ന ഒരു വാർത്തയാണ്. മറ്റൊരു വാർത്ത ഇതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ചോദിക്കുന്നവന്റെ രാഷ്ട്രീയം അന്വേഷിക്കുന്ന വാർത്തകൾ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, എന്തിനാണ് ഇത്രയും അസഹിഷ്ണുത, എന്താണ് മറച്ചു വെക്കാനുള്ളത് എന്നാണ്. അപ്പൊ ഇത്രയും കാർഡുകളാണ്, കേട്ടോ, ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ കാർഡുകളാണ് മെറ്റ ഉപയോഗിച്ച് സർക്കാർ നീക്കം ചെയ്തത്. ഇത്തരം വിഷയത്തിലൊക്കെ സർക്കാരിന്റെ ഒരു പ്രതികരണം രേഖപ്പെടുത്താം. പക്ഷേ നമ്മുടെ വി ഡി സതീശൻ ഒരു വി ഡി സവർക്കറായി മാറുന്ന കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുണ്ടെടുത്ത മോദിയായി മാറുന്ന കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ഈ പോക്കെന്ന് വല്ല ഭാവവും ഉണ്ടോ കോൺഗ്രസ്സുകാരെ എന്ന് ചോദിച്ചു പോവുകയാണ്. അവസാനം കൊടി മാറ്റി പിടിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നതും നല്ലതാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. തങ്ങൾക്കെതിരായ വാർത്തകളും വീഡിയോകളും ഫേസ്ബുക്കിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാത്ത തരത്തിലാണ് നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള കാർഡുകളും വീഡിയോകളും ഫേസ്ബുക്കിൽ നിന്ന് വ്യാപകമായി നീക്കി തുടങ്ങിയത്. കൈരളി ന്യൂസ് നൽകിയ ഈ പറയുന്ന RSS വക്താവ് TG മോഹൻദാസിനെ തൊടാൻ സർക്കാരിന്റെ പേടിയോ എന്ന ക്യാപ്ഷനിലുള്ള വാർത്താ കാർഡാണ് ആദ്യം ഈ പറയുന്ന കൈരളിയിൽ നിന്ന് നീക്കുന്നത്, കേട്ടോ. പിന്നീട് ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെടുന്ന ഒരു വാർത്ത, അത് സംബന്ധിച്ച ഒരു കാർഡ് ഈ പറയുന്നത് പോലെ നീക്കം ചെയ്യുന്നു. നീതികേട് കാണിച്ചു, പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതായി കോൺഗ്രസ് അനുഭാവിയായ വീട്ടമ്മ എന്ന കാർഡ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. നേരത്തെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ എതിരായ വാർത്തകൾ മെറ്റ ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒക്കെ നീക്കം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലത്തെ തന്നെ നയം നമ്മുടെ വി ഡി സതീശൻ തുടരുകയാണ്. ഓഗസ്റ്റ് 6 കൈരളി ന്യൂസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച സമ്പന്നരെ അതിസമ്പന്നരാക്കാനാണ് മോദിക്ക് പ്രിയമെന്ന് പിണറായി വിജയൻ പറഞ്ഞതായിട്ടുള്ള വാർത്താ കാർഡും മെറ്റ ഇന്ത്യയിൽ നിന്ന് തന്നെ നീക്കം ചെയ്തിരുന്നു. ഫേസ്ബുക്കിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടുകയല്ല ഉണ്ടായിട്ടുള്ളത്, മറിച്ച് ഈ പോസ്റ്റുകൾ ഇന്ത്യയിൽ കാണാൻ കഴിയില്ലാത്ത രീതിയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി എന്തായാലും മെസ്സേജിൽ ഈ മെറ്റ വ്യക്തമാക്കിയെന്നാണ് ഇതൊക്കെ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇന്ത്യയുടെ ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾ പ്രകാരമാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നും മെറ്റയുടെ സന്ദേശത്തിലുണ്ട്. ഇതിന് പിന്നാലെ ജനം ചാനലിലെ ഒരു അനിൽ നമ്പ്യാർ ഉണ്ടല്ലോ, സ്ഥിരം എന്തെങ്കിലുമൊക്കെ ഇട്ട് തേഞ്ഞൊട്ടുന്ന ഒരു മാപ്ര, ആ മാപ്ര ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് കാണാം. മെസ്സിയുടെ പേരും പറഞ്ഞ് മലയാളികളെ തേച്ചത് അന്തപ്പൻ മാത്രമോ, ഇന്ന് രാത്രി ട്രീ പോർട്ടറിൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ അടിയിലിട്ടിരിക്കുന്ന പലരുടെ കമന്റുകൾ വായിക്കട്ടെ. ഒരു സുരേഷ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്ന് പോസ്റ്റ്മാൻ സ്വപ്ന റാണിയുടെ അടിവസ്ത്രം സ്വയം ധരിച്ച് അതിലൂടെ സ്വർണം കടത്തിയ കേസിലെ ഒരുവൻ ഊമ്പിനാർ എന്നിട്ടിരിക്കുന്നു. അപ്പോൾ അത് അയാൾ തന്നെ വീണ്ടും ഒരു ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുകയാണ്. അർജുൻ ആയങ്കിയുടെ റീപ്ലേക്ക് നമുക്ക് മറുപടി കൊടുക്കണ്ടേ നമ്പിയാരെന്ന് ചോദിക്കുന്നു. പിന്നെ മറുപടി ഒന്നുമില്ല, മൂപ്പരാകെ തേഞ്ഞുട്ടി. നിന്റെ ഊമ്പിയ ചാനൽ ലൈം ലൈറ്റിൽ ലോകം മുഴുവൻ കാണുന്നത് മാക്സിമം 346 പേരാണ്, ഓട് മയിലെ കണ്ടം വഴി എന്നൊരു വേറൊരാള് ഒരു ഷൈൻ പോസ്റ്റ് ഇടുന്നു. അങ്ങനെ മൊത്തം വിസർജനം കൊണ്ട് നടക്കുന്ന സംഘി, അതിന്റെ പ്രസിഡന്റ്
ആരെയൊക്കെ പറ്റിച്ചു എന്ന് അന്വേഷണം നടത്തിയാൽ അറിയാം ഏറ്റവും വലിയ കള്ളൻ ആരാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കിടക്കുന്നുണ്ട്. കൂട്ടിക്കൊടുപ്പല്ലല്ലോ അല്ലേ ആയെങ്കിൽ പൊളിച്ചു എന്ന ഒരു ഡയലോഗ്. അങ്ങനെ മൊത്തത്തിൽ ഇയാളെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ്. അനിൽ നമ്പ്യാർ അല്ലെങ്കിൽ പറയാമല്ലോ, ഇങ്ങനെ പോസ്റ്റുകളൊക്കെ ഇട്ട് നിരന്തരം തേഞ്ഞൊട്ടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനിടയിൽ ഗ്യാപ്പിൽ ജനം ചാനൽ ഒന്ന് കലക്കവളത്തിൽ മീൻ പിടിക്കാൻ ശ്രമം നടത്തിയതാണ്. ആരാണല്ലേ ജനം ചാനലൊക്കെ കാണുന്നത്? കുറെ വർഗീയവാദികളും കുറെ മരമണ്ടന്മാരും അല്ലാതെ ബുദ്ധിയുള്ള ആരെങ്കിലും ഒക്കെ ആ ചാനൽ കാണും. വേണമെങ്കിൽ ചിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു കോമഡി ഷോ പോലെയൊക്കെ വേണമെങ്കിൽ കാണാമെന്നതിനപ്പുറത്തേക്കൊക്കെ അതിൽ വരുന്ന വാർത്തയൊക്കെ ആര് വിശ്വസിക്കാനാണ്? മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ നോക്കി പല രീതിയിലുള്ള ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്ന അത്തരം മലിനസമായിട്ടുള്ള അത്തരം എന്താ പറയാ മാലിന്യ മലം ടി വികളോടൊന്നും ഇന്ന് വന്നൊന്നും ഒരു താല്പര്യം തോന്നിയിട്ടില്ല. വെറുപ്പ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരം ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ, വല്ല കടല വെക്കാൻ പോയിക്കൂടെ എന്ന് ചോദിച്ചു പോകണം. വേറെ എന്തൊക്കെ മാന്യമായിട്ടുള്ള ജോലിയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല കാർഡുകൾ നീക്കം ചെയ്യുന്ന നമ്മുടെ വി ഡി സതീശൻ ആരെയാണ് രക്ഷിക്കാൻ ശ്രമം നടത്തുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ ടി ജി മോഹൻദാസിന്റെ വാർത്ത വരുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര അസഹിഷ്ണുത? മുഖ്യമന്ത്രി അത്തരം കാർഡുകൾ നീക്കുന്നതിന് വേണ്ടി എന്തിനാണ് മെറ്റയെ സമീപിക്കുന്നത്? അങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കേരളത്തിൽ കാണുകയാണ്. ഈ വി ഡി സതീശൻ തന്നെയാണോ മുൻകാലങ്ങളിൽ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന വി ഡി സതീശൻ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. കാരണം എന്ത് മാറ്റമാണ് ഈ പറയുന്ന ഈ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്ത ശേഷം സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അമ്മാതിരിയുള്ള പ്രവർത്തനങ്ങളാണ് വി ഡി സതീശൻ നമ്മൾ കാണുന്നത്. നിരാശാജനകമെന്ന് പറയട്ടെ, ഇത്രത്തോളം അധപ്പതിച്ച് ഇത്രത്തോളം മോശമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി ഒരുപക്ഷെ വി ഡി സതീശനായിരിക്കും. എനിക്ക് തോന്നുന്നു അത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ പോക്കാണ് പോക്കെങ്കിൽ നമ്മൾ കൊടി മാറ്റി പിടിക്കേണ്ടി വരുമോ എന്ന ആശങ്ക പോലും പലരും പ്രകടിപ്പിക്കുകയാണ്. പല പ്രവർത്തകരുമായും പല കോൺഗ്രസിന്റെ നേതാക്കളുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നു, ഇത് മിക്കവാറും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഇടിപ്പിച്ച് അവസാനം ഒരു തീരുമാനത്തിലാക്കുമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയായിട്ട് 5 വർഷം തികയ്ക്കാൻ പോലും വി ഡി സതീശന് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഇദ്ദേഹം വല്ല BJP-യിലേക്ക് പോകുമോ എന്ന ആശങ്ക പോലും പ്രകടിപ്പിക്കുന്ന പ്രവർത്തകരും നേതാക്കളും ഉണ്ട് എന്നുള്ളതാണ്. വി ഡി സതീശന് വന്ന മാറ്റം ഒരു വല്ലാത്ത മാറ്റമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാജ്യത്താദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ഒരു നേതാവ്, ഒരു സർക്കാർ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. മാധ്യമ വാർത്തകളെ ഭയന്നൂടുന്ന, മാധ്യമങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന, മാധ്യമ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം നൽകാതെ ധാർഷ്ട്യം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വളരെ വളരെ മോശമായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് വി ഡി സതീശൻ ആ സീറ്റിൽ ഇരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം പോലും ഇവിടുത്തെ പല മാധ്യമങ്ങളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് വി ഡി സതീശൻ പറഞ്ഞ നുണകൾ മുഴുവൻ സർക്കാരിനെതിരെ ഒരു സത്യം എന്ന രീതിയിൽ അവതരിപ്പിച്ചതിൽ മനോരമയ്ക്കും മാതൃഭൂമിക്കൊക്കെ ഉള്ള പങ്ക് വളരെ വലുതാണ്. ഇന്ന് ആ മനോരമയും മാതൃഭൂമിയും വരെ വി ഡി സതീശനെതിരെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ മാറ്റിയിരിക്കുന്നു വി ഡി സതീശൻ എന്നുള്ളതാണ്. ആ നിറം മാറ്റം അവരെ പോലും അതിശയിപ്പിച്ചിരിക്കുന്നു, വിസ്മയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ വന്നാൽ വലിയൊരു വിസ്മയം സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ വിസ്മയം ഈ വിസ്മയമാണെങ്കിൽ എന്തായാലും ഈ വിസ്മയത്തിൽ മൊത്തത്തിൽ കോൺഗ്രസ് ഇല്ലാതാകും എന്ന് വിസ്മയത്തിനോട് പറഞ്ഞു വെക്കുകയാണ്. ഇതൊരു വല്ലാത്ത വിസ്മയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസിന്റെ പല ആളുകളും ഒക്കെ പറയുന്നത്. നോക്കൂ, മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, മാധ്യമ വാർത്തകൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് വി ഡി സതീശൻ ധരിച്ചിരിക്കുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ വി ഡി സതീശൻ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. മുണ്ടെടുത്ത മോദിയായി മാറുമ്പോൾ ഇത് കേരളമാണെന്ന് വി ഡി സതീശൻ മറന്നു പോകരുതെന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, വി ഡി സതീശ പിണറായി വിജയനെതിരെ ഏതൊക്കെ രീതിയിലുള്ള നുണകളാണ് നിങ്ങളൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പയറ്റിയത്. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെ കല്ലുവച്ച നുണകളാണ് ആ സർക്കാരിനെതിരെ എടുത്ത് പയറ്റിയത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിണറായി വിജയനോ ആ സർക്കാരോ ഈ നുണ പറഞ്ഞ ചാനലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാർഡുകൾ ഇതുപോലെ മെറ്റ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ? നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു അസഹിഷ്ണുതയും കാണിക്കാത്ത ഒരു സർക്കാരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നിട്ടും മാധ്യമങ്ങൾക്കെതിരെ എന്താ പറയാ പൊട്ടിത്തെറിക്കുന്ന മുഖ്യമന്ത്രി, കട്ടക്കുപുറത്തെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞായിരുന്നു പല മാധ്യമങ്ങളും ഒക്കെ പിണറായി വിജയനെ ചിത്രീകരിച്ചിരുന്നത്. ഇപ്പൊ അവരൊക്കെ എന്താണ് പറയുന്നത് അറിയോ? ഇതിൽ എത്രയോ ഭേദമാണ് പിണറായി വിജയൻ എന്ന്. എന്തിനാ നമ്മുടെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള പല മാധ്യമ പ്രവർത്തകരും പറയുന്നുണ്ടല്ലോ, എടാ ഒരു അബദ്ധം സംഭവിച്ചു പോയി, ഇതിൽ എത്രയോ ഭേദമായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന കാഴ്ചയൊക്കെ കാണുകയാണ്. അപ്പോ അങ്ങനെയൊക്കെ പറയിപ്പിക്കുകയാണ് നമ്മുടെ വി ഡി സതീശൻ. ഇനിയും പല കാർഡുകളും ചിലപ്പോൾ നമ്മുടെ ഈ വാർത്തകൾ അടക്കം ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ അടക്കം ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഈ പറയുന്ന സർക്കാർ പലതിനെയൊക്കെ ഉപയോഗിച്ച് നീക്കം ചെയ്തേക്കാം. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഭയമാണല്ലോ സർക്കാരിന്. പക്ഷേ ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള ഈ പറയുന്ന കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ നീക്കം ചെയ്താലും
ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.